ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നത്. ലയണൽ സ്കലോണിക്ക് കീഴിൽ അർജന്റീനൻ യുവനിര കാഴ്ചവെച്ച പ്രകടനം അതിഗംഭീരമായിരുന്നു. ബ്രസീലും റാഫിഞ്ഞയും ശരിക്കും ഈ മത്സരത്തിൽ തോൽവി ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. മത്സരത്തിന് മുമ്പ് അർജന്റീനയ്ക്കെതിരെ ഗോൾ അടിക്കുമെന്നും അർജന്റീനയെ പരാജയപ്പെടുത്തുമെന്നുള്ള ഒളിയമ്പുകളൊക്കെ ശരിക്കും ഈ മത്സരത്തിൽ അർജന്റീനൻ താരങ്ങളുടെ പ്രകടനത്തിൽ ശരിക്കും ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് അർജന്റീന ബ്രസീലിനെ തകർത്ത് വിട്ടത്. ലയണൽ സ്കലോണിക്ക് കീഴിൽ അർജന്റീനൻ യുവനിര ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബ്രസീൽ താരങ്ങൾക്ക് പലപ്പോഴും ഗ്രൗണ്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. നമുക്കറിയാം, മത്സരത്തിന് മുമ്പ് റാഫിഞ്ഞ പറഞ്ഞ വാക്കുകൾ അർജന്റീനക്കെതിരെ താൻ ഗോൾ അടിക്കുമെന്നും അർജന്റീനയെ പരാജയപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും അർജന്റീനൻ താരങ്ങൾക്ക് ഈ ഒരു മത്സരത്തിൽ കൂടുതൽ ഊർജം പകർന്നിട്ടുണ്ടായിരിക്കാം. അത് ശരിക്കും ബ്രസീലും അല്ലെങ്കിൽ റാഫിഞ്ഞോയും ഈ മത്സരത്തിൽ തോൽവി ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അർജന്റീനൻ താരങ്ങൾ ശരിക്കും ഈ ഒരു മത്സരം ഏറ്റെടുത്തു, ബ്രസീലിനെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. മത്സരത്തിന്റെ ആദ്യ ടച്ച് മുതൽ അത് തന്നെയാണ് കണ്ടത്. ബ്രസീൽ താരങ്ങൾക്ക് ശരിക്കും പല സമയങ്ങളിൽ പന്ത് പോലും കിട്ടാത്ത രീതിയിൽ അർജന്റീനൻ യുവനിര സ്വന്തം ഗ്രൗണ്ടിൽ കാഴ്ചവെച്ച പ്രകടനം ഗംഭീരമായിരുന്നു. എന്തായാലും റാഫിഞ്ഞയുടെ ഒളിയമ്പുകൾക്കൊന്നും ശരിക്കും അർജന്റീനക്ക് കാര്യമായി അവരുടെ പ്രകടനത്തിൽ ഒരു മാറ്റവും വന്നില്ല. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബ്രസീലിനെ തകർത്ത് വിട്ടിരിക്കുന്നു അർജന്റീന. 1-4 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം.